ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ തനൂസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ തനൂസിൽ ഇന്നൊരു ചൂരയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വെറും ചൂരയൊന്നുമല്ല, കേരച്ചൂരയാണ്. അപ്പോൾ കേരച്ചൂര ഞാൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി എൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കറിയൊക്കെ കഴിച്ചും പൊരിച്ചും കരിച്ചും ഒക്കെ കഴിച്ച് അങ്ങ് മടുത്ത്. അപ്പോൾ നമ്മുടെ ചൂര ഇങ്ങോട്ട് റെഡിയാക്കി ഇങ്ങോട്ട് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി, ഇത്തിരി ഉപ്പും പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടെ വെച്ച് അടിപൊളിയായിട്ട് അങ്ങ് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്ത് നമ്മുടെ ആ അരപ്പൊക്കെ നമ്മുടെ ചൂരയ്ക്കകത്ത് പിടിച്ച് നല്ല വൃത്തിയായിട്ട് ഏരിയും പുളിയൊക്കെ കിട്ടത്തക്ക രീതിയിൽ തന്നെ നല്ലതുപോലെ സെറ്റാക്കി കിട്ടത്തക്ക രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിച്ച് ഒരു 20 മിനിറ്റ് വെക്കുക. അപ്പോഴത്തേക്ക് ഒരു പാനിലേക്ക് ഞാനൊരു 4-5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിരിയമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം കുറച്ച് കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട്. കൊച്ചുള്ളി അതിൻ്റെ ആ ഒരു വെള്ളമയമൊക്കെ മാറിയതിന് ശേഷം ഒന്ന് ചെറിയ ഒരു റോസ്റ്റായി കിട്ടുന്ന രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടൊക്കെ ഒന്ന് പോയി കിട്ടുന്നത് വരെ ഒന്ന് മാറ്റി വെക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു ചൂര 20 മിനിറ്റായ ചൂര അരപ്പൊക്കെ പിടിച്ചിരിക്കുന്നത് നമ്മൾ ആ എണ്ണയിലൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കുക. എല്ലാ സൈഡും നല്ലതുപോലെ വറുത്ത് കോരി മാറ്റി വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് പ്രത്യേകം അറിയണമെങ്കിൽ നമ്മൾ അത്രത്തോളം അടിപൊളിയായിട്ട് വേണം ഇത് വറുത്ത് കോരി മാറ്റി വെക്കാൻ. അതിനുശേഷം നമുക്ക് ഈ വറുത്ത് കോരി മാറ്റി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഈ പീസൊന്നും ഉടഞ്ഞു പോകരുത്. ചെറിയ പീസ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈ അരപ്പിലേക്ക് തന്നെ ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇത്തിരി കടുക് ഇട്ട് കൊടുത്ത് കടുക് ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 10 കൊച്ചുള്ളി അരിഞ്ഞതും നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ആ ഉള്ളി ഒന്ന് വാടി വരുന്ന സമയമാകുമ്പോൾ ഇച്ചിരി കറിവേപ്പിലയും ഇത്തിരി ഉപ്പും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഇളകി നമ്മുടെ ആ ഒരു ഉള്ളി അതിനകത്ത് പിടിച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന കൊച്ചുള്ളിയും പിന്നെ നമ്മുടെ ആ ഒരു മുളകും ഇത്തിരി പുളിയും കൂടി ഇട്ട് ഇച്ചിരി വെള്ളം കൂടി വെച്ച് നല്ലതുപോലെ അരച്ചെടുക്കുക. ഈ ഒരു അരപ്പ് കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളിക്കകത്തോട്ടതിന് ശേഷം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്ത് നമ്മുടെ ആ ഒരു എല്ലാം കൂടി സെറ്റായി കിട്ടുന്ന ആ ഒരു പാകം വരുന്ന ആ ഒരു ഇളക്കി മറിച്ചെടുക്കുന്ന ആ ഒരു പാകത്തിൽ നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. അതായത് ഒരു പാതി നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മുടെ മീനും കൂടി ഇട്ട് ഒന്ന് 3-4 തവണ ഒന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.